സ്നേഹാവസ് ആണ്. നാളത്തെ എക്സാമിന് എന്തായാലും ചോദിക്കാൻ പോകുന്ന ഒരാളെയാണ് ഇത് മുകളിൽ തന്നിട്ടുള്ളത്. വാക്യ വിസ്താർക്കരെ 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ആയിട്ട് എപ്പോഴും ഇത് ഈ ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പാസേജ് ഉട്ടാത്തി ഹേ എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റൻസ് മക്കൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ ബ്രാക്കറ്റിൽ എന്ത് തന്നിട്ടുണ്ട്? വേറെ 3 സെന്റൻസുകൾ തന്നിട്ടുണ്ട്. ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഓരോ ഭാഗങ്ങളെയും നമ്മൾ ഓരോന്നായിട്ട് ഈ സെന്റൻസിന്റെ കൂടെ ചേർത്ത് 3 സെന്റൻസോളം ഉണ്ടാക്കണം. വലുതാക്കി കൊണ്ടുവരുന്ന ഒരു സംഭവം. ഇതിനു മുമ്പ് നമ്മൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ള അല്ലെ. അപ്പൊ ഒന്ന് നോക്കാം മക്കള്. പാസേജ് ഉട്ടാത്തി ഹേ, പൈസ സ്വരൂപിച്ചു എന്നാണ് തന്നിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ ബ്രാക്കറ്റില് ഗർക്ക സാമാൻ ബേച്ചുകർ, വീട്ടിലെ സാധനങ്ങൾ വിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം തന്നിട്ടുണ്ട്. മറിയ എന്ന് പറഞ്ഞ ഒരു പേര് തന്നിട്ടുണ്ട്. സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 3 ആൾക്കാരെയും നമ്മൾ ചേർത്ത് 3 സെന്റൻസ് ഉണ്ടാക്കി ലാസ്റ്റ് വലിയൊരു സെന്റൻസ് ആക്കി മാറ്റണം അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം? ആദ്യം മക്കൾ മലയാളത്തിൽ ആലോചിക്കണം. ഇത് മലയാളത്തിന്റെ സ്ട്രക്ചറും ഹിന്ദിയുടെ സ്ട്രക്ചറും ഏകദേശം ഒരേപോലെ വരുന്നതുകൊണ്ട് ഇക്കാര്യത്തിൽ മക്കള് അങ്ങനെ ആലോചിച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. പൈസ സ്വരൂപിക്കുന്നു, ഓക്കെ സെറ്റ്. പിന്നെന്താണ്? മറിയ പൈസ സ്വരൂപിക്കുന്നു എന്ന് എഴുതുന്നു. സൈക്കിളിന് വേണ്ടിയിട്ട് എന്താണ്? മറിയ പൈസ സ്വരൂപിക്കുന്നു, സൈക്കിളിന് വേണ്ടിയുള്ള പൈസ സ്വരൂപിക്കുന്നു എന്ന് എഴുതുന്നു. പിന്നെ മറിയ വീട്ടിലെ സാധനങ്ങൾ വിറ്റ് പൈസ സ്വരൂപിക്കുന്നു, സൈക്കിളിന് വേണ്ടിയിട്ടുള്ള പൈസ സ്വരൂപിക്കുന്നു എന്ന് എഴുതുന്നു. അപ്പൊ മലയാളത്തിൽ ആദ്യം ആലോചിക്കുക, എന്നിട്ട് മാത്രം ഇങ്ങോട്ടേക്ക് പോവാ, ഹിന്ദിയിലോട്ട് പോവുക കേട്ടോ. അപ്പൊ എങ്ങനെ എഴുതാം? ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നോക്കാം. പൈസ ജുട്ടാത്തി ഹേ, പൈസ സ്വരൂപിക്കുന്നു. മറിയ പൈസ ജുട്ടാത്തി ഹേ, പൈസ സ്വരൂപിക്കുന്നു. മറിയ സൈക്കിളിന് വേണ്ടിയിട്ടുള്ള പൈസ എന്ത് ചെയ്യുന്നു? സൈക്കിൾ കെ പൈസ ജുട്ടാത്തി ഹേ എന്നുള്ളത് എഴുതുന്നു. മറിയ വീട്ടിലെ സാധനങ്ങൾ ഗർക്ക സാമാൻ ബേച്ചുകർ സൈക്കിൾ എന്ത് ചെയ്യുന്നു? സൈക്കിളിനുള്ള പൈസ ജുട്ടാത്തി ഹേ, സ്വരൂപിക്കുന്നു എന്ന് നമ്മൾ എഴുതുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അറിയാതിരിക്കരുത്. എന്ത് ചെയ്യണം? എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടാണെങ്കിലും എന്റെ മക്കള് നിർബന്ധമായിട്ടും എഴുതിയിട്ടുണ്ടാവണം. കാരണം എന്താണ്? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, വിട്ട് കളയാൻ പാടില്ല. അപ്പൊ നന്നായിട്ട് എഴുതുക എക്സാം. ടാറ്റ ബൈ ബൈ.